എഡിയസ് പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു അപൂർവ സുന്ദരി സസ്യത്തെക്കുറിച്ചാണ്. അഡീനിയം അഥവാ ഡെസേർട്ട് റോസ്. അതിൻ്റെ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളാൽ ഇന്ന് എൻ്റെ ഗാർഡൻ വളരെയധികം മനോഹരിയായിരിക്കുന്നു. എൻ്റെ അഡീനിയം കളക്ഷൻസാണ് ഇതൊക്കെ. ഇതിന് ശരിയായ രീതിയിൽ പരിചരണവും വളപ്രയോഗവും പ്രൂണിങ്ങും ഒക്കെ അത്യാവശ്യമാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സുകളുമായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ആദ്യം മുതൽ അവസാനം വരെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതുപോലെ പൂക്കളുണ്ടാവാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം അഡീനിയത്തിൻ്റെ ഹിസ്റ്ററി നമുക്കൊരു ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. അഡീനിയം പണ്ട് കാലത്ത് ആഫ്രിക്കയുടെ മരുഭൂമികളിലും അറേബ്യൻ പ്രദേശങ്ങളിലും കണ്ടുവന്നിരുന്നവയാണ്. അതിൻ്റെ പുഷ്പ സൗന്ദര്യം കാരണം ഡെസേർട്ട് റോസ് എന്ന പേര് വന്നു. ഇന്ന് ഇത് ആകെ പ്രിയപ്പെട്ട ഒരു ഷോ പ്ലാന്റായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ബോൺസായി ആകൃതിയിലാണ് ആളുകൾ ഇതിനെ വളർത്തുന്നത്. അതിന് പ്രധാനമായിട്ടും അതിൻ്റെ കോഡക്സും, ഭംഗിയുള്ള കോഡക്സും, അതിനെ നമ്മൾ പ്രൂൺ ചെയ്ത് വെട്ടി ഷോർട്ടാക്കി നിർത്തുന്നതുകൊണ്ട് അതിലൊരു ബോൺസായി ഷേപ്പിലാണ് അതിനെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഡീനിയം നല്ലോണം വളരാനായിട്ട് അതിന് ചേരുന്ന വിധത്തിലുള്ള പരിചരണം അത്യാവശ്യമാണ്. ഒന്നാമത്തെ മെയിനായിട്ട് ഫസ്റ്റ് വരുന്നത് സൺലൈറ്റ് തന്നെയാണ്. ദിവസവും കുറഞ്ഞത് 7-8 മണിക്കൂർ എങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് അത്യാവശ്യം വേണ്ട ഒരു ചെടിയാണ് ഈ അഡീനിയം. അതുപോലെ തന്നെ വെള്ളം കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. മേൽമണ്ണ് ഏകദേശം 1 ഇഞ്ച് ആഴത്തിൽ വെള്ളത്തിൻ്റെ നനവ് ഇല്ലെങ്കിൽ മാത്രം വെള്ളം കൊടുക്കുക. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. ഈ സക്കുലൻസ്, കാക്ടസ് എന്നിവയൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്ന പോട്ടിംഗ് മിക്സ് ബെസ്റ്റായിരിക്കും. പിന്നെ അതിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പ്രൂണിങ് ശരിയായ രീതിയിലുള്ള പ്രൂണിങ് നിർബന്ധമായും അഡീനിയത്തിന് ചെയ്യണം. എങ്കിൽ കൂടുതൽ ശാഖകളും പൂക്കളും ഉണ്ടാവുകയുള്ളൂ. പ്രൂണിങ് ചെയ്യാൻ പറ്റിയ സമയം കേരളത്തിൽ മഴ കഴിഞ്ഞ ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ. ഇനിയിപ്പോൾ അഥവാ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ മഴ, ഡിസംബർ വരെ, ഈ കഴിഞ്ഞ കൊല്ലം ഡിസംബർ വരെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ സമയത്ത് ഒരിക്കലും പ്രൂൺ ചെയ്യരുത്. അപ്പോൾ മഴ എപ്പോഴാണോ കഴിയുന്നത് അപ്പം പ്രൂൺ ചെയ്യാം. അപ്പം ജനുവരി, ഫെബ്രുവരി ആ മാസങ്ങളിൽ പ്രൂൺ ചെയ്താലും മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് ഫെർട്ടിലൈസിംഗ് ആണ്. ഫെർട്ടിലൈസിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ കൊടുത്തത് ജൈവവളമാണ്. പക്ഷേ ജൈവവളം കൂടുതലായിട്ട് ഇതിന് പൊതുവേ അഡീനിയം ജൈവവളം കുറവായിട്ട് കൊടുത്താൽ മതി. കാരണം വളം വളരെ കുറച്ചും ആവശ്യമുള്ള ഒരു പ്ലാന്റാണ്. വളമൊക്കെ വളരെ കുറച്ച് മതി. പക്ഷേ നമ്മൾ വളപ്രയോഗം ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടാവുകയേ ഇല്ല. അപ്പം നമ്മൾ അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാസവളം കൊടുക്കാം. 15 ദിവസം കൂടുമ്പോൾ രാസവളം, NPK വളം കൊടുക്കാം. അതിൽ നൈട്രജൻ കണ്ടൻറ്റ് കുറവ് ആയിട്ടുള്ള വളം നമുക്ക് ഈ വെള്ളത്തിൽ പെട്ടെന്ന് അലിയിക്കുന്ന മാതിരത്തെ വളം വാങ്ങാൻ കിട്ടും. അത് കൊടുക്കാം. അല്ലെങ്കിൽ അത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഫോളിയർ സ്പ്രേ ആയിട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ കോഡക്സിൽ കൂടിയിട്ട് മൊട്ട് വന്ന് പൂവ് ആയിട്ടുണ്ട്. ഇത് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു അഡീനിയം അതിൻ്റേത്. എപ്പോഴും ഇതുപോലെ പൂവുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും വീണ്ടും 10 ദിവസം 15 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതിൽ ഇതുപോലെ നിറയെ പൂവുണ്ടാവും. ഇത് ട്രിപ്പിൾ പെറ്റലാണ്, 3 അടുക്കുള്ള അഡീനിയമാണ്. അതുപോലെ തന്നെ ഇതിന് മെയിനായിട്ട് കണ്ടുവരുന്ന കീടങ്ങൾ നമുക്ക് വേപ്പെണ്ണ, നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ ഒരു കാറ്റർപില്ലർ ഉണ്ട്, ബട്ടർഫ്ലൈൻ്റെ പുഴു. അത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കൈകൊണ്ടെടുത്ത് മാറ്റി നശിപ്പിക്കാം. പിന്നെ ഈ ഇല പഴുത്ത് മഞ്ഞ കളറിലായി വന്ന് പൂമൊട്ടുകൾ കരിയുന്നതിനുമൊക്കെ ഒന്നുകിൽ വെള്ളം അധികം ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നത് വളരെ കുറവായിട്ട് അണ്ടർ വാട്ടറിങ്ങും ആയാലും അങ്ങനെ വരും. പിന്നെ ഇതെല്ലാം നാടൻ വെറൈറ്റിയാണ്. ഇതാണ് അഡീനിയത്തിലുണ്ടാകുന്ന വിത്ത്. ഇനിയിപ്പോൾ ഞാനിതിൽ ചെയ്തു കൊടുത്ത വളപ്രയോഗം എങ്ങനെയാണെന്ന് നോക്കാം.
അതിന് കോക്കോപീറ്റ്, മണൽ, അതുപോലെ തന്നെ ചാണകം, പിന്നെ വെർമി കമ്പോസ്റ്റ് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. വെർമി കമ്പോസ്റ്റ്, പിന്നെ ഇത് ഗാർഡൻ സോയിൽ, പിന്നെ കുറച്ച് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കുറച്ച് ഞാനിതിൽ കെമിക്കൽ വളവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. NPK എനിക്കിന്ന് ഇപ്രാവശ്യം 18 കിട്ടിയത്, അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ആട്ടിൻകാഷ്ടം. ഇത് വളരെ നല്ല ഒരു വളമാണ് അഡീനിയത്തിന്. വെറും ആട്ടിൻകാഷ്ടം മാത്രമായിട്ടും നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ ഈ കൂട്ടുവളം പെർമനൻ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് എല്ലാ ചെടികൾക്കും ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കാറ്. 15 ദിവസം, മാസത്തിലൊരിക്കൽ ഇത് ഇട്ട് കൊടുക്കും. 1-ാം തീയതി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത 15-ാം തീയതി കെമിക്കൽ വളമാണ് ഇട്ട് കൊടുക്കുക, NPKയോ DAPയോ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ചട്ടിയിൽ നിന്ന് കുറച്ച് പഴയ മണ്ണ്, അതിൽ വലിയ വളക്കൂറൊന്നും ഉണ്ടാവില്ല, അപ്പോൾ ആ മണ്ണ് മാറ്റിയ ശേഷം ഒരു 2 ഇഞ്ച് ആഴത്തിൽ മണ്ണ് മാറ്റിയ ശേഷം നമ്മൾ ചെയ്ത വളക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ആ മണൽ, ആ മേലത്തെ മണ്ണ് അതിൽ തന്നെ വെച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെള്ളം, പിന്നെ അത് വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ സമയത്ത് സാഫ് കലക്കി ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. ഒന്നുകിൽ പോട്ടിംഗ് മിക്സിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സാഫ് കലക്കി ഒഴിക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അധിക കൂട്ടുകാരും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത കൂടുതൽ ടിപ്സുകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.